നമസ്കാരം. വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദു പഞ്ചാംഗം അനുസരിച്ച് എല്ലാ മാസവും 2 ഏകാദശി വരുന്നുണ്ട്. ഒന്ന് കൃഷ്ണപക്ഷ ഏകാദശിയും മറ്റേത് ശുക്ലപക്ഷ ഏകാദശിയും. എല്ലാ ഏകാദശിയും ഏറെ മഹത്വമുള്ളതാണ് എങ്കിലും മാർഗശീർഷ മാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിക്ക് മഹത്വം കുറച്ച് അധികമുണ്ട്. കാരണം ഏകാദശി ഉദ്ഭവിച്ചത് അന്നാണത്രേ. അതുകൊണ്ട് ഉത്പന്ന ഏകാദശി എന്നാണ് ഇതിൻ്റെ പേര്. ഏകാദശി വ്രത അനുഷ്ഠാനം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ മാർഗശീർഷ മാസത്തിൽ വരുന്ന ഈ ഉത്പന്ന ഏകാദശി മുതലാണത്രേ വ്രതാനുഷ്ഠാനത്തിൻ്റെ ആരംഭം കുറിക്കേണ്ടത്. ഏകാദശിയുടെ ഉദ്ഭവകഥ ഇങ്ങനെയാണ്. പണ്ട് ചന്ദ്രാവതി എന്ന പുരിയിൽ മുരാസുരൻ എന്നൊരു ദൈത്യേന്ദ്രൻ ഉണ്ടായിരുന്നു. ആ മുരാസുരൻ പരമശിവനെ തപസ്സു ചെയ്ത് സംപ്രീതനാക്കി പരമേശ്വര പ്രസാദത്താൽ അതിശക്തനായി തീർന്നു. തൻ്റെ ബാഹുബലത്താൽ ദേവലോകം അദ്ദേഹം തൻ്റെ കൈവശമാക്കി വെച്ചു. അങ്ങനെ ദേവേന്ദ്രസ്ഥാനവും ഇന്ദ്രനിൽ നിന്ന് തട്ടിയെടുത്തു. ദേവലോകം നഷ്ടപ്പെട്ട ദേവകൾ എല്ലാവരും കൂടി മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാവട്ടെ അവരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അയച്ചു. മഹാവിഷ്ണുവിനോട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചപ്പോൾ അദ്ദേഹം മുരാസുരനോട് യുദ്ധം ചെയ്യാനായി ദേവന്മാരെയും കൂട്ടി പുറപ്പെട്ടു. 1000 ദേവവർഷം യുദ്ധം നീണ്ടുനിന്നു. എന്നിട്ടും പരമശിവന്റെ അനുഗ്രഹം നേടിയിട്ടുള്ള മുരാസുരനെ വധിക്കാൻ മഹാവിഷ്ണുവിന് സാധിച്ചില്ല. വിഷ്ണു ഭഗവാനാവട്ടെ കുറച്ചു നേരം വിശ്രമിക്കാം എന്നു കരുതി യുദ്ധഭൂമിയിൽ നിന്നും പിൻവാങ്ങി ബദരികാശ്രമത്തിനടുത്തുള്ള ഹേമവതി എന്ന ഗുഹയിൽ പ്രവേശിച്ചു. ഇതറിഞ്ഞ മുരാസുരൻ സൈന്യവുമായി മഹാവിഷ്ണുവിന് പുറകെ പോയി ഭഗവാൻ ശയിക്കുന്ന ആ ഗുഹ കണ്ടുപിടിച്ച് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിൽ മഹാവിഷ്ണു തൻ്റെ യോഗനിദ്രയിലായിരുന്നു അപ്പോൾ. ഇതുകണ്ട മുരാസുരൻ ഉടൻ തന്നെ മഹാവിഷ്ണുവിനെ വധിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ആ സമയത്ത് വിഷ്ണുവിൽ നിന്നും ജ്വലിക്കുന്ന കാന്തിയോടുകൂടിയ ഒരു ശക്തിസ്വരൂപിണി അവിടെ പ്രത്യക്ഷമാവുകയാണ്. വിഷ്ണുവിൻ്റെ തന്നെ അംശമായ ആ കന്യക മുരാസുരനുമായി യുദ്ധം ചെയ്ത് മുരാസുരനെ വധിച്ചു. പിന്നീട് യോഗനിദ്രയിൽ നിന്നുണർന്ന വിഷ്ണു ഭഗവാൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന കന്യകയെ കാണുകയും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിയുകയും ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു: നിന്റെ പ്രവൃത്തിയിൽ ഞാൻ വളരെ സന്തുഷ്ടനായിരിക്കുന്നു. ഏകാദശി തിഥിയിലാണ് ദേവിയുടെ ജന്മം എന്നതിനാൽ ഏകാദശി ദേവി എന്ന പേരിൽ ഇനി അറിയപ്പെടും. ഇനി ദേവിക്ക് ഇഷ്ടമുള്ള വരം എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഏകാദശി ദേവി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ജന്മതിഥിയിൽ എന്നെ സ്മരിച്ചുകൊണ്ട് ആരാണോ ഏകാദശി വ്രതമെടുത്ത് ഉപവാസത്തോടെ അങ്ങയെ പൂജിക്കുന്നത് അവരെ സകല പാപങ്ങളിൽ നിന്നും മുക്തരാക്കുകയും മാത്രമല്ല വൈകുണ്ഠലോകപ്രാപ്തിയും ലഭിക്കണം എന്നാണ് വരമായി ആവശ്യപ്പെട്ടത്. ഇങ്ങനെ മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയിൽ മഹാവിഷ്ണുവിൽ നിന്നും ഉദ്ഭവിച്ചതുകൊണ്ടാണ് ഇത് ഉത്പന്ന അല്ലെങ്കിൽ ഉൽപ്പത്തി ഏകാദശി എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി ഏകാദശി വ്രതം നോൽക്കുന്നവർ ഈ ഉത്പന്ന ഏകാദശി മുതൽ വ്രതാനുഷ്ഠാനം ആരംഭിക്കുകയാണെങ്കിൽ അത് അതിവിശിഷ്ടമാണ് എന്ന് പറയുന്നതും. ഭൂമിയിൽ പല പ്രകാരത്തിലുള്ള വ്രതങ്ങളും ഉപവാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ ഇഹലോക പരലോകങ്ങളായ എല്ലാ ഇച്ഛകളും സാധിപ്പിക്കുന്നതാണത്രേ ഏകാദശി വ്രതം. ഇന്നത്തെ ഈ ഉത്പന്ന ഏകാദശി വ്രതം നിഷ്ഠയോടെ അനുഷ്ഠിക്കാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ